ഹലോ, വെൽക്കം ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ഒരു വ്ളോഗ് കാണാം കേട്ടോ. കുറച്ച് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാവേ. അപ്പോൾ ഇപ്പോൾ ഒരു 4:30-5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മത്തി രാവിലെ വാങ്ങി വെച്ചതാണ്. പിന്നെ ഇത് വെട്ടി കറി അങ്ങ് വെക്കുവാണെങ്കിൽ നാളെ രാവിലെ വെക്കാം എന്ന് വിചാരിച്ചാണ് ഇത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കപ്പ് കിട്ടി. എന്നാൽ പിന്നെ ഇപ്പം തന്നെ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അങ്ങനെ മത്തി വെട്ടാണ് കേട്ടോ. ചെറിയ മത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇച്ചിരി എളുപ്പമാണ് വെട്ടിയെടുക്കാൻ വേണ്ടി. നമ്മളെ അതിൻ്റെ ചെതുമ്പ് കളയാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ നമ്മൾ മത്തിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാക്ക് ഇടുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ഒന്നും പാക്കൊന്നും ഇടാറില്ല. കുറേ കാലം മുടിയൊന്നും നോക്കാറില്ലായിരുന്നു. പിന്നെ PCOD ഇതിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹെയർ പാക്ക് ഇടാം. എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നത് നല്ല ഹെയർ പാക്കാണ് കേട്ടോ. നല്ല ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ചെയ്യുന്നതായിരിക്കും. അത്രയും നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മുടി കൊഴിച്ചിൽ ഡ്രാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും അതെങ്ങനെ ഇടുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മത്തി കറി വെക്കാൻ വേണ്ടി ഞാനിപ്പോൾ എളുപ്പം സമയമില്ലല്ലോ, വൈകുന്നേരം പടുത്ത പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വിളക്കത്തിച്ച് കപ്പ പുഴുങ്ങണം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെയർ പാക്ക് ഇടുമ്പോൾ കുറച്ച് സമയമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിലുള്ള കറിയാണ് വെക്കുന്നത്. വറുത്തിട്ടൊന്നുമല്ല, മത്തി കഴുകി വാരി വൃത്തിയാക്കി എടുത്ത് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, തക്കാളി, ഉപ്പ് എല്ലാം ഇട്ട് അതിനകത്തേക്ക് കുടംപുളിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേഗം വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ടൈമുണ്ട്, ഞാൻ ഇങ്ങനെയല്ല വെക്കാറ്. എന്നിട്ട് പിന്നെ നമ്മൾ വെന്തൊക്കെ കഴിഞ്ഞ് കറിയെല്ലാം പാകമായി കുറുകി വരുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് എളുപ്പം മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ അതല്ല, നമുക്ക് ഇച്ചിരി കൊഴുപ്പ് ഉള്ള കറിയൊക്കെ വേണം, നല്ല അടിപൊളിയായിട്ട് കറി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഐറ്റംസ് എല്ലാം കൂടി ഞാൻ വഴറ്റി പൊടിയൊക്കെ മൂപ്പിച്ച് തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ കറിവേപ്പില ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും എടുത്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിൽ ഇവിടെ ഇല്ല കറിവേപ്പില, അപ്പോൾ അടുത്ത വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ അങ്ങ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ നാൾ അങ്ങനെ തന്നെ നല്ല ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഹെയർ പാക്ക് ഇതാണ്. നമ്മുടെ ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒത്തിരി പുളിയൊന്നുമില്ല, സാധാരണ തൈര് ഒരു 2 ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂണേ. പിന്നെ നമ്മുടെ കറ്റാർവാഴ 2-3 കഷ്ണം. അത് കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുത്തി വെച്ച് 20 മിനിറ്റ് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു കാര്യമുണ്ട്, കറിവേപ്പില എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മുടി ഇച്ചിരി പ്രായമൊക്കെ ആയില്ലേ, അപ്പം നരച്ചൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ മുടിക്ക് കറുപ്പ് കൊടുക്കാനും നമുക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ കറിവേപ്പില. പിന്നെ ഉലുവേൻ്റെ ഗുണങ്ങളൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഡ്രൈ ഹെയർ ഉണ്ടെങ്കിൽ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്, അതിനകത്തേക്ക് നമ്മൾ എപ്പോഴും തലയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ പാക്കിലേക്ക്. കാരണം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർ തൈര് കൂട്ടി പാക്ക് ചെയ്യുമ്പം നമ്മുടെ തലമുടിക്കൊരു മോയ്സ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും മോയ്സ്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് പാക്കിൽ. അങ്ങനെ അല്ലെങ്കിൽ മുട്ട ചേർത്താലും മതി. അപ്പം ഞാനിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ഇടാം. അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയണം കേട്ടോ. ഹെയർ കെയറിൻ്റെ ഒക്കെ വീഡിയോ. എനിക്ക് ഒരുപാട് ചെറുപ്പത്തിൽ നല്ല മുടി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ PCOD ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെയാണ് മുടി കുറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളൊന്ന് ഹെയർ കെയറൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഹെയർ കെയർ മാത്രം ചെയ്താൽ നമ്മുടെ മുടി വളരുന്നില്ല കേട്ടോ. നമ്മൾ ഉള്ളിലേക്കും നന്നായിട്ട് ഭക്ഷണത്തിലൂടെയും കൂടി കഴിച്ചാലേ നമ്മുടെ മുടിയൊക്കെ വരുള്ളൂ കേട്ടോ. മരിക്കുന്നോടം വരെ വളരുന്ന 2 കാര്യങ്ങളാണ് നഖവും മുടി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഹെയർ പാക്കൊക്കെ തല തേച്ചു, കുറച്ച് നേരം ഒരു പഴയ തോർത്തൊക്കെ ചുറ്റി അത് കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ മിറ്റൊക്കെ അടിച്ചു വരാണേ. അപ്പം നമ്മുടെ റോസയിൽ കുറേ നാളായിട്ട് പോകുന്നില്ലായിരുന്നു, വലിയ നോട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ പൂവുണ്ടാവുക അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഒരാളിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് നല്ല കളറാണ് കേട്ടോ, നല്ലൊരു മണമുണ്ട്. അപ്പോൾ 20 മിനിറ്റ് എന്തായാലും 20 മിനിറ്റ് വെക്കണം കേട്ടോ. ഒത്തിരി തണുപ്പൊക്കെ പറ്റാത്തവരാണ് ഒരു 1/4 മണിക്കൂറാണെങ്കിലും വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഒത്തിരി നേരം ഭയങ്കര ഉണങ്ങാൻ വേണ്ടി വെക്കണ്ട കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കഴുകുമ്പോഴും ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വേണം കഴുകാൻ. വെള്ളം ഒഴിച്ച് വേഗം ചടപട കഴുകിയാൽ നമുക്ക് ഇച്ചിരി മുടി കൊഴിച്ചിൽ കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ. അപ്പം അതും ശ്രദ്ധിക്കണേ. ഞാനിവിടെ എല്ലാം അടിച്ച് വരുന്ന സമയത്ത് ലച്ചൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം പോയി ചെടി നട്ടതൊക്കെ പോയി എടുക്കുകയാണ് കേട്ടോ. ചെടിയൊക്കെ പോയി ഇനി ഒന്നേന്ന് തുടങ്ങണം. അപ്പം അങ്ങനെ
പിന്നെ മുടിയിൽ നമ്മൾ എന്തെങ്കിലും നോക്കും. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെയാണ് കേട്ടോ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ഇടാറുള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ മുടിയൊക്കെ നരച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ നമുക്ക് നമ്മുടെ നരച്ച മുടി എങ്ങനെ കറക്കും നാച്ചുറലായിട്ട്, പിന്നെ ബാക്കിയുള്ള മുടി കറക്കാതെ എങ്ങനെ ഇരിക്കുന്നത്, കറക്കാതെയല്ല നരയ്ക്കാതെ എങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പറഞ്ഞ് എവിടെയാണ് പറയുന്നതെന്ന് പോലും തിരിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ 20 മിനിറ്റ് ആയില്ല. മിനിറ്റൊക്കെ അടിച്ചു വാരി ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ കപ്പയും കൂടി പൊളിച്ച് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സന്ധ്യയായി വരില്ലേ, വിളക്കം കത്തിക്കണമല്ലോ. അപ്പം നമ്മുടെ അടിപൊളി 2 കഷ്ണം കപ്പ കിട്ടിയതാണ്. അപ്പം നല്ല കപ്പയാന്ന് തോന്നുന്നു, കയ്പൊന്നുമില്ല കഴിച്ചപ്പം. ഇനി പുഴുങ്ങി കഴിയുമ്പം എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി അതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സെറ്റാക്കി അടുപ്പ് വെച്ചിട്ട് വേകാൻ വേണ്ടി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നല്ല സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. കപ്പ പുഴുക്കിൽ നല്ല കപ്പയായിരുന്നു കേട്ടോ, നല്ല പൊടി പോലെയുള്ള കപ്പയാണ്. അപ്പോൾ ഞാൻ ഉണക്കമുളകും വെളുത്തുള്ളി എല്ലാം കൂടി വറുത്തിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കപ്പ പുഴുക്ക് റെഡിയാക്കിയെടുത്ത് നമ്മുടെ അടിപൊളി മത്തിക്കറി. ഏതാ ടേസ്റ്റ് എന്നറിയോ, ഞാൻ കഴിച്ചു കഴിഞ്ഞാണ്. എന്നാലും ഇപ്പോൾ പറയുമ്പോൾ ഇച്ചിരി കൊതി, വായിൽ വെള്ളം വരിക കേട്ടോ. എനിക്ക് എപ്പോഴും കപ്പേൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോസൊക്കെ കാണണം കേട്ടോ. പിന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഒരു വ്ളോഗിൽ പറയാൻ വിചാരിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹെയർ പാക്കിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. അതെന്തായാലും തേച്ചാൽ നമ്മൾ ഇപ്പോൾ 1-2 മാസം കൊണ്ടൊന്നും മുടിയൊന്നും വളരുമൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊരു 3 മാസം തന്നെ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം മനസ്സിലാവും. ഒരു കൊല്ലമൊക്കെ ആയി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മുടിയാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേട്ടയും അനിയനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കപ്പ പുഴുക്കും ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.